ഹായ് ഫ്രണ്ട്സ്, സെപ്റ്റംബർ 13 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ആർദ്ര കേരള പുരസ്കാരം 2023-24 പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ് കൊടുക്കുന്ന പുരസ്കാരമാണ് ആർദ്ര കേരള പുരസ്കാരം. ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം ജില്ല, ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ല, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശൂർ ജില്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ ആർദ്ര കേരള പുരസ്കാരം കിട്ടിയിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി എറണാകുളം ജില്ല, ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ല, മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരുമായും യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ബ്ലൂ ടൈഡ്സ് 2 ഷോർട്സ് 1 വിഷൻ കോൺക്ലേവിന്റെ വേദിയാണ് തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരുമായും യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ബ്ലൂ ടൈഡ്സ് 2 ഷോർട്സ് 1 വിഷൻ കോൺക്ലേവിന്റെ വേദി തിരുവനന്തപുരം. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. നേപ്പാൾ ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി. അവിടുത്തെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കാർക്കിയാണ് ഇപ്പോൾ നിലവിൽ നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്, ഇടക്കാല പ്രധാനമന്ത്രിയാണ്. ഫോബ്സിന്റെ പട്ടിക പ്രകാരം ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ജ്വല്ലറി വ്യവസായി ജോയ് ആലുക്കാസ് ലോകത്തിലെ ഏറ്റവും ധനികനായ മലയാളി. മുകേഷ് അംബാനി 92.5 ബില്യൺ ഡോളറുമായി ആഗോളതലത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. മുകേഷ് അംബാനി 92.5 ബില്യൺ ഡോളറുമായി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത്. മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈനാണ് ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ. മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ. അനുപം ഖേറിന്റെ ബുക്കാണ് ഡിഫറെന്റ് ബട്ട് നോ ലെസ്. നോക്കി വെക്കണം, ബുക്ക് അനുപം ഖേറിന്റെ ബുക്കാണ് ഡിഫറെന്റ് ബട്ട് നോ ലെസ്. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ആദി സംസ്കൃതിയാണ് ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവേണിംഗ് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ ചെയർമാനായി ശ്രീനിവാസ് ഇഞ്ചറ്റിയെ നിയമിച്ചു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവേണിംഗ് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ ചെയർമാനായി ശ്രീനിവാസ് ഇഞ്ചറ്റിയെ നിയമിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ആശയവിനിമയ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ആർമി സംഭവ് സെക്യൂർ ആർമി മൊബൈൽ എന്ന തദ്ദേശീയ സംവിധാനം വികസിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ആശയവിനിമയ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ആർമി സംഭവ് എന്ന തദ്ദേശീയ സംവിധാനം വികസിപ്പിച്ചു. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ചിരിക്കുകയാണ് അൽബേനിയ എന്ന രാജ്യം. അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയെ നിയമിച്ചിരിക്കുകയാണ് അൽബേനിയ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.